വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് സാമുവൽ ജേക്കബിനും കുര്യൻ ജേക്കബിനുമായി പ്രാർത്ഥിക്കുന്ന ജർമ്മനിയിൽ നിന്നുള്ള ഈ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ലൊരു ജോലി നൽകിയതിന് സാമുവലിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ തൻ്റെ വിവാഹത്തിന് വേണ്ടിയും സഹോദരൻ കുര്യൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവെ അവരെ അനുഗ്രഹിക്കുന്നു. കൊരട്ടിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സഹോദരിയുടെ ഭർത്താവിന് ഇന്ത്യയിലേക്ക് തിരികെ വരുവാൻ ഉള്ള എല്ലാ ഫോർമാലിറ്റീസും ക്ലിയർ ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. ഇന്ത്യയിലൊരു നല്ല ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈറ്റിലയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ മകൾക്ക് ദൈവഭയമുള്ള നല്ല ഒരു ജീവിത പങ്കാളിയെ അങ്ങ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കുടുംബജീവിതം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സിംഗപ്പൂരിൽ നിന്നുള്ള ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം യേശുവിനെ അറിയാൻ, രക്ഷകനായി സ്വീകരിക്കുവാൻ, ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ യേശുവിനെ അറിയാൻ അങ്ങ് സഹായിക്കണം. സുഹൃത്തുക്കളെ യേശുവിനെ അറിയുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരിയുടെ മകൾ വചനയ്ക്കും വിഭീഷനും വളരെ സമാധാനമുള്ള ഒരു ജീവിതം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തോപ്പുംപടിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് ജോലിയിൽ വളരെ നന്നായി പെർഫോം ചെയ്യാനും വിവാഹം നടക്കാനും സ്വന്തമായൊരു ഭവനം ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ഇന്നത്തെ സ്പോൺസേഴ്സിനെ ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ ഒക്ടോബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി സ്റ്റോപ്പ്, നിലമ്പൂർ. ഊട്ടി കാലിക്കറ്റ് റോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഒക്ടോബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, തൃശൂർ. ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം കുറച്ച് നാളായി നമ്മുടെ ഇവിടെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഇളയ മകൾ 28 വയസ്സായി. ഈ മകൾക്കുള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ ഗ്ലാൻഡ് പോലെ വന്ന് ഒത്തിരി വർഷങ്ങളായി ഗ്ലാൻഡ് പോലെ വന്നിട്ട് അത് പൊട്ടി വ്രണം വരുമായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ശരീരത്തിലെ പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ടാവാം അത് ഡോക്ടർ പറയുന്നത്. പക്ഷേ ഒത്തിരി ചികിത്സിച്ചിട്ടും ഇത് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ചികിത്സയുടെ ഇടയ്ക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ വരികയും അന്നത്തെ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയും ചെയ്തു. ആ സമയത്ത് ക്ഷമ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവർ ഒത്തിരി വിഷമത്തോടു കൂടിയാണ് വന്നത്. അമ്മ ഒരു ക്യാൻസർ വന്ന് മരിച്ചൊരു ഇതാണ്. അപ്പം മോൾക്ക് 28 വർഷമായി ഈ അസുഖങ്ങളുള്ളത് കൊണ്ട് വരുന്ന വിവാഹങ്ങളൊന്നും നടക്കുന്നില്ല. 28 വർഷമായി വിവാഹം നടക്കാതെയും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: അമ്മയില്ലെങ്കിലും അപ്പനില്ലെങ്കിലും യേശു കർത്താവ് നിൻ്റെ അപ്പനും അമ്മയായും ചേർന്ന് നിൻ്റെ വിവാഹം നടക്കാൻ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷമ പറഞ്ഞതിന് ശേഷം ഇവർ തിരിച്ചുപോയി രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർ തിരിച്ചുപോയി കുറച്ച് ഇവർ പറയുന്നത് അന്ന് തന്നെ ആ ദിവസങ്ങളിൽ ഒരു 10-15 ദിവസത്തിനുള്ളിൽ നെറ്റിലൂടെ നോക്കി ഒരു വിവാഹം അറേഞ്ച്ഡായി വളരെ പെട്ടെന്ന് ഒരു 15 ദിവസത്തിനുള്ളിൽ ഒരു ആലോചന വരികയും ആ വിവാഹം നടക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ചില ദിവസങ്ങൾക്കുള്ളിൽ ആ അസുഖം പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കി. അതുമാത്രമല്ല, അങ്കിളിൻ്റെ മൂത്ത മകൾക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് യൂട്രസിൽ മുഴുവൻ ഫൈബ്രോയിഡ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് കുഞ്ഞിനെ വെളിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫൈബ്രോയിഡ് മൊത്തം റിമൂവ് ചെയ്തതിന് ശേഷമേ കുഞ്ഞിനെ വെളിയിൽ എടുക്കാമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ അവർ ചികിത്സയിലായിരുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്നത്. അന്ന് ബ്രദർ ഡാമിൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഫൈബ്രോയിഡ് ഉള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നാൽ
എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ സഹോദരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്കിള് ഫോൺ ചെയ്തപ്പോൾ അറിഞ്ഞത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി എന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞു. അവിടെ ചെന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ഇല്ലാതെ സാധാരണ ഡെലിവറി ഉണ്ടാകുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർമാർക്ക് പേടിയായി. ഈ ഫൈബ്രോയിഡ് സാധാരണ ഡെലിവറി ആയതുകൊണ്ട് ഫൈബ്രോയിഡ് ഇനി എടുക്കണമെങ്കിൽ പിന്നെയും ഓരോ ഓപ്പറേഷൻ ചെയ്യണം. വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അവർ രണ്ടാമതൊരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റിയത് ഫൈബ്രോയിഡുകൾ അവിടെ കാണാനില്ല. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ. അതുകൂടാതെ വേറൊരു അത്ഭുതം ചെയ്തത്, ഈ അങ്കിളിന് ബൈപ്പാസ് ഒത്തിരി കഴിഞ്ഞതാണ്. വൈഫിന് ക്യാൻസറിൻ്റെ ചികിത്സ ഒത്തിരി നടന്നതാണ്. മൂത്ത മോളുടെ വിവാഹം, അങ്ങനെ ഒത്തിരി ലക്ഷങ്ങളുടെ കടബാധ്യത ഈ മകനുണ്ടായിരുന്നു. പറയുന്നത് രണ്ടാമത്തെ മകളുടെ വിവാഹം വന്നു, എല്ലാം നടന്നു. പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നത്, കടങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ മകളുടെ വിവാഹവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ കർത്താവ് തന്നെ അവളുടെ അപ്പനും അമ്മയായി നടന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന കടങ്ങൾ മുഴുവൻ എങ്ങനെ പോയെന്നറിയത്തില്ല, അത് പൂർണ്ണമായി പോയി. കടങ്ങളില്ലാതെ യേശുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവിലാണ് ഇന്ന് ഈ അങ്കിൾ ഇവിടെ നിൽക്കുന്നത്. കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഉറക്കെ പറയാമോ, യേശുവിനെ കിട്ടിയ എല്ലാം കിട്ടി? പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറയാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഈ പിതാവിനെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങ് കൊടുത്ത നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി നന്ദി കർത്താവെ. ഇനി കർത്താവെ, പത്രോസിൻ്റെ വല മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ പോലെ, ഇനി കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്നവനാക്കി കർത്താവ് മകനെ തീർക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ജനം ചേർന്നുറക്കി ആമേൻ പറഞ്ഞാലും. Omega, we worship you, our Lord. You are worthy to be praised. We give you all the glory. Did and he does the largest jailbreaking in the world history. ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയിൽ ഭേദനം നടത്തുന്ന വ്യക്തിയാണ് യേശു കർത്താവ്. Hallelujah. Hallelujah. He came to this world to break every bondage and every jail. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് സകല ബന്ധനസ്ഥന്മാരെയും ജയിലിൽ നിന്ന്, തടവറയിൽ നിന്ന് ഭേദിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. I'm not only speaking about literal
jail or prison. I'm also speaking about spiritual imprisonments and bondages. ഞാൻ ഒരിക്കലും ഭൗതികമായിട്ടുള്ള അക്ഷരാർത്ഥത്തിലുള്ള ജയിലുകളെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, മറിച്ച് ആത്മീകമായ തടവറയെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത്. Do you know a secret about the word of God? നിങ്ങൾക്ക് ദൈവവചനത്തിലുള്ള ഒരു രഹസ്യം അറിയാമോ? When a specific word of God is ministered, all the blessings and anointing and all the spiritual things contained in that word will be released upon the hearers. ഓർക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക വചനം സംസാരിക്കപ്പെടുമ്പോൾ ആ വചനത്തിന് അകത്ത് അന്തർലീനമായിരിക്കുന്ന അടങ്ങിയിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം തന്നെ അത് കേൾക്കുന്ന കേൾവിക്കാരിലേക്ക് പകരപ്പെടുകയാണ്. Hallelujah. ഹല്ലേലൂയ. If I speak on the word of healing, healings will sweep across the place. ഓർക്കുക, രോഗസൗഖ്യത്തിന്റെ വചനങ്ങൾ സംസാരിക്കപ്പെടുമ്പോൾ രോഗസൗഖ്യത്തിന്റെ അതേ അനുഗ്രഹങ്ങൾ ആത്മാവ് ജനങ്ങളിലേക്ക് പടർന്നു പിടിക്കും. If I speak about anointing, the spirit will be moving in that direction. ഇനി അഭിഷേകത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അഭിഷേകത്തിലേക്ക് ജനങ്ങൾ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. Tonight I am speaking about Jesus the jailbreaker. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് യേശു ജയിലുകളെ ഭേദിക്കുന്നവൻ എന്നതിനെ കുറിച്ചാണ്. That means anyone sitting in any kind of confinement, any kind of limitation, any kind of bondage, any kind of imprisonment, tonight the Holy Spirit will be moving in that direction to liberate people. അതിന്റെ അർത്ഥം ഇന്ന് ജയിൽ ഭേദനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുപോലെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ തടവറകളിലായിരിക്കുന്ന, പരിധിക്കകത്തായിരിക്കുന്ന, പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ആളുകൾക്ക് ഇതുപോലുള്ള വിടുതൽ ലഭിച്ച് അതിൽ നിന്ന് പുറത്തു വരുന്ന രാത്രിയായി ഇന്ന് രാത്രിയിലെ കേൾവിക്കാരെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. One shout of hallelujah to Jesus. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാമോ? Can I declare something tonight? ഇന്ന് രാത്രി ഞാൻ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചോട്ടെ. If there is anyone in the imprisonment of depression, tonight Jesus is going to liberate you. ഇന്ന് രാത്രി നിരാശയുടെ തടവറയ്ക്കകത്തായിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ, ഇന്ന് രാത്രി കർത്താവ് ആ വ്യക്തി അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. And Jesus also will be liberating people from sinful habits. അപ്പോൾ തന്നെ ജനങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിന്നും അവരെ സ്വതന്ത്രനാക്കാൻ യേശുവിന് സാധിക്കും. Jesus can deliver you from demonic activities. പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് യേശുവിനെ നിങ്ങളെ വിടുവിക്കാൻ സാധിക്കും. Jesus can deliver you from alcoholism, drunkenness. മദ്യപാനത്തിൽ നിന്ന് യേശു കർത്താവിന് നിങ്ങളെ പുറത്തേക്കെടുക്കാൻ സാധിക്കും. And some people live in financial bondages. ചില ആളുകൾ സാമ്പത്തികമായ തടവറയ്ക്കകത്താണ്. How do you know that? എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ You work സാധിക്കുന്നത്? very sincerely. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. Sometimes you do overtime jobs. ചില സമയങ്ങളിൽ നിങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യുന്നു. But still financially there is no freedom. എന്നിട്ടും ഭൗതികമായ രീതിയിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ Jesus സാധിക്കുന്നില്ല. can deliver such people. അത്തരം ആളുകളെ യേശു കർത്താവിന് സ്വതന്ത്രനാക്കാൻ സാധിക്കും. Jesus can save people, deliver people from curses. അപ്പോൾ തന്നെ ശാപത്തിൽ നിന്ന് യേശുവിന് ജനങ്ങളെ സ്വതന്ത്രനാക്കാനും വിടുവിക്കാനും Some സാധിക്കും. curses are generational. ചില ശാപങ്ങൾ അത് തലമുറകളായിട്ടുള്ള ശാപമാണ്. Parents had it, അത് മാതാപിതാക്കൾക്കുണ്ട്, children are having it, മക്കളിലേക്ക് അത് വന്നു ചേരുന്നു. and these curses may be carried on to the next generation. ഈ ശാപങ്ങൾ അടുത്ത തലമുറകളിലേക്ക് പകരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. But Jesus can cut and deliver the following generations from all the curses. എന്നാൽ യേശു കർത്താവിന് ഇനി അടുത്തുള്ള തലമുറകളിൽ അത് വരാത്ത വിധത്തിൽ അതിനെ പൂർണ്ണമായി മുറിച്ചു മാറ്റുവാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. And as the word of God is ministered here, ഇതുപോലെ ദൈവ സന്ദേശം നിങ്ങളുടെ ഇടയിലൂടെ സംസാരിക്കപ്പെടുമ്പോൾ the Holy Spirit is at work. പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനാണ്. Number one, Jesus delivers people from the prison of sins. ഒന്നാമത്തെ കാര്യം എഴുതുക, യേശു പാപത്തിന്റെ ജയിലിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കുന്നു. Romans chapter number 7, റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 21 to 25. അതിന്റെ 21 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ. Verse number 21, so I find this law at work. Although I want to do good, evil
is right there with me. അതുകൊണ്ട് നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തിന്മ എന്നോടൊപ്പമുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. Verse number 22, for in my inner being I delight in God's law. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവിക പ്രമാണത്തിൽ പ്രമോദിക്കുന്നു. But I see another law at work in me, waging war against the law of my mind and making me a prisoner of the law of sin at work within me. എന്നാൽ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഉള്ളതായി ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ അടിമയാക്കുകയും ചെയ്യുന്നു. You can underline making me a prisoner of the law of sin. നിങ്ങൾക്ക് ബൈബിളിൽ പാപ പ്രമാണത്തിന് എന്നെ അടിമയാക്കുന്നു എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യും, അടിവരയിടാം. Verse number 24, what a wretched man I am. Who will rescue me from this body that is subject to death? ഞാൻ എത്ര അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനനായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? Thanks be to God who delivers me through Jesus Christ our Lord. So then I myself in my mind am a slave to God's law, but in my sinful nature a slave to the law of sin. 25-ാമത്തെ വചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവിക പ്രമാണത്തെയും ജഡം കൊണ്ട് പാപ പ്രമാണത്തെയും സേവിക്കുന്നു. We know that this is written by Saint Paul, Apostle Paul. നമുക്ക് എല്ലാവർക്കും അറിയാം, റോമർക്ക് എഴുതിയ ലേഖനം അപ്പസ്തലനായ പൗലോസ് എഴുതിയിട്ടുള്ള ഭാഗമാണ്. Maybe in the New Testament, he comes second to Jesus. See, he's so important a person used by God. ദൈവത്താൽ യേശു കർത്താവ് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ദൈവത്താൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പൗലോസ്. But these words are his own words. എന്നാൽ ഈ വാക്കുകൾ തന്റെ സ്വന്തം വാക്കുകളാണ്. He says, in my heart, I really want to do good things in life. അദ്ദേഹം പറയുന്നു, എൻ്റെ മനസ്സിൽ, എൻ്റെ അന്തരംഗത്തിൽ നന്മ ചെയ്യുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നവനാണ്. But I find myself incapacitated to do that. എന്നാൽ അത് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്നതായി ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നു. Simply, I am bound by, or I am inside the prison of sin, so that I can't just do good things. ഞാൻ എൻ്റെ അകത്ത് പാപത്തിന്റെ ഒരു പ്രമാണത്തിന് അടിമയായി തീർന്നിരിക്കുന്നത് നിമിത്തമായി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ പോലും എനിക്ക് ചെയ്യാൻ സാധിക്കാതെയാകുന്നു. If this was the experience of Apostle Paul, that is the same experience with all of us. ഓർക്കുക, അപ്പസ്തോലനായ പൗലോസിന്റെ ജീവിത അനുഭവമാണ് ഈ കാര്യമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയല്ലേ? So this is the experience with everyone in the world. ഈ ലോകത്തിലെ സകല ആളുകളുടെയും അനുഭവമാണ് ഈ കാര്യം എന്നുള്ളത്. Why? Because all of us were born in sin. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാം എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. People have a sinful nature. മനുഷ്യർക്ക് എല്ലാവർക്കും പാപ സ്വഭാവമുണ്ട്. The same person, when he moves to 8th chapter, the next chapter, he is coming to us with a great glad news. എന്നാൽ ഇതേ വ്യക്തി, ഈ ലേഖനം എഴുതിയ അതേ വ്യക്തി അടുത്ത അധ്യായത്തിലേക്ക്, 8ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സന്തോഷത്തിന്റെ ഒരു വാർത്തയുമായിട്ടാണ് താൻ വരുന്നത്. Romans chapter 8 verse number 1 and 2. റോമർക്ക് എഴുതിയ ലേഖനം 8ാം അധ്യായം അതിന്റെ 1-2. Therefore there is now no condemnation for those who are in Christ Jesus, because through Christ Jesus the law of the Spirit who gives life has set you free from the law of sin and death. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. Previously, Paul the apostle was a Jew and he was a devout Jew. ഓർക്കുക, ആദ്യ കാലഘട്ടത്തിൽ താൻ ജന്മന പൗലോസ് അപ്പസ്തോലൻ ഒരു യഹൂദനും ഒരു യഹൂദ മത അനുസാരിയുമായിരുന്നു.
he was eagerly worshiping the Lord. ദൈവത്തെ തീഷ്ണമായി He ആരാധിച്ചിരുന്നവനായിരുന്നു. wanted to obey the Mosaic law. മോശയുടെ പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ താല്പര്യമുള്ളവനായിരുന്നു. But what happened was, even though he was highly religious, sin was at work in his life. ഇത്തരം പ്രമാണങ്ങൾ അനുസരിച്ച് മതത്തിന്റെ അനുസാരിയായി താൻ ജീവിച്ചിരുന്നെങ്കിലും പാപത്തിന്റെ സ്വഭാവം തന്റെ അകത്ത് പ്രവർത്തിച്ചിരുന്നു. Millions and millions of people in this world are very, very religious. ഓർക്കുക, ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ മതത്തിന്റെ പുറകെ ജീവിക്കുന്ന ആളുകളാണ്. I'm not pointing to any religion, any particular religion, all religions, any religion. ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ അല്ല ചൂണ്ടിക്കാണിക്കുന്ന, എല്ലാ മതങ്ങളെയും ചേർത്താണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. All religions are working in this world to make man good. എല്ലാ മതങ്ങളും ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യരെ നന്നാക്കുവാനായിട്ടാണ്. All religions are asking us to do good things. എല്ലാ മതങ്ങളും നമ്മോട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായി ആവശ്യപ്പെടുകയാണ്. The problem is not with the religion, the problem is with us. എന്നാൽ പ്രശ്നം മതത്തിനല്ല, പ്രശ്നം നമുക്കാണുള്ളത്. There is a sinful nature in me. എന്റെ അകത്ത് പാപത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. And that is the time Jesus came into this world. ആ സമയത്താണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. And his name is Yeshua. അവന്റെ പേര് യേശുവ എന്നായിരുന്നു. Jesus meaning the Savior. യേശു അതിന്റെ അർത്ഥം രക്ഷകൻ. Hallelujah. ഹല്ലേലൂയ. And he came and handled the sinful nature. അവൻ വന്ന് ഈ പാപ സ്വഭാവത്തെ കൈകാര്യം ചെയ്തു. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ ഒക്ടോബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി സ്റ്റോപ്പ്, നിലമ്പൂർ. ഊട്ടി കാലിക്കറ്റ് റോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഒക്ടോബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ തൃശൂർ. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് there will be an explosion of blessings all over the world. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. അനേക സമയമായി കിടപ്പിലായിരിക്കുന്ന വ്യക്തികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവർ ചാടി എഴുന്നേൽക്കട്ടെ. അതുപോലെ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമായി അവർ 2 കാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. മറ്റു വിധത്തിലുള്ള ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൈനസൈറ്റിസ് സൗഖ്യമാകട്ടെ. സ്പോണ്ടിലോസിസ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ അലർജികൾ ഇപ്പോൾ സൗഖ്യമാകുന്നുണ്ട്. ഡസ്റ്റ് അലർജി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സോപ്പ് ഉപയോഗിക്കുമ്പോൾ അലർജി സൗഖ്യമാകട്ടെ. ചില പ്രത്യേക ഡ്രസ്സ് ധരിക്കുമ്പോൾ, ചെരിപ്പിടുമ്പോഴൊക്കെയുള്ള അലർജികൾ സൗഖ്യമാകട്ടെ. എവിടെയാണ് ചില ഭക്ഷണമായിരിക്കാം, എന്തായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അപൂർവമായ ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവികമായ വിടുതൽ കർത്താവെ ഇപ്പോൾ പകരുന്നതിനാൽ
നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈ സമയത്ത് 2 കൈകളും ഈ ടി വി സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള വിടുതൽ എവിടെയാണ് ആവശ്യം, ഒരു സൗഖ്യമാകാം, കുഞ്ഞുങ്ങളുണ്ടാകാനാകാം, വിശ്വസിക്കുക. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അങ്ങ് അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. സകല വിടുതലുകളും അനുഗ്രഹങ്ങളും ഇപ്പോൾ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുന്നതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച നിലമ്പൂരിലും ശനിയാഴ്ച തൃശ്ശൂരുമാണ്. 2ലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും കാണാൻ പറയുക, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിൽ മലയാളത്തിൽ ലഭ്യമാണ്. മൈ പ്രേയർ ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ പുസ്തകം. അത് പരീക്ഷ സമയമാകുമ്പോൾ ഓടിച്ചെന്ന് വാങ്ങാതെ നേരത്തെ തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വിന്നേഴ്സ് ഫാക്ടറി വാങ്ങിച്ചു കൊടുക്കുക. ഇംഗ്ലീഷിൽ മലയാളത്തിൽ ലഭ്യമാണ്. അതുപോലെ ആശിഷമാരി എന്നുള്ള പുസ്തകം ലഭ്യമാണ്. ഒരു സാഹിത്യ രചനയാണ്. അതിലൂടെ ദൈവിക സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ കർത്താവ് അനുഗ്രഹിക്കും. ദെൻ സോങ് ബുക്സ് ഇതുപോലെ ഒത്തിരി അവൈലബിളാണ്. മാത്രമല്ല, വളരെ അഭിഷേകത്തിൽ നൽകപ്പെട്ട സന്ദേശങ്ങളുടെ DVD-കളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ തുടർച്ച നിങ്ങൾക്ക് കേൾക്കാം, കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ.